കോഴിക്കോട് അത്തോളിയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. പോലീസും വനംവകുപ്പും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോട്ടോ പരിശോധിച്ചതിൽ കടുവയുടേതാണെന്ന് സംശയിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റമീസ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റമീസ്, സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ? ഇയാളുടെ വീടിന് സമീപത്തായി കടുവയെ പോലൊരു ജീവിയെ കണ്ടത്. വീടിന് സമീപത്തെ അയൽവാസിയായ സായി സൂരജാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ കടുവയെ പോലൊരു ജീവിയെ കണ്ടത്. തുടർന്ന് പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് അത്തോളി പോലീസും കക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നിതിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. സമീപത്ത് ലഭിച്ച ഫോട്ടോ പരിശോധിച്ചതിൽ കടുവയുടേതാണെന്ന് എന്ന് സംശയിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായൊരു സ്ഥിരീകരണം നിലവിൽ ലഭിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. റമീസ, ഈ പ്രദേശം വന്യമൃഗശല്യ ഭീഷണിയുള്ള പ്രദേശമാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പുലിയെ കണ്ടു എന്നൊരു സംശയവും ഈ മേഖലയിൽ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് വനംവകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥരടക്കം സ്ഥലം വന്ന് പരിശോധിക്കുകയും തുടർന്ന് കണ്ടത് പുലിയുടെ കാൽപ്പാടുകളല്ല, നായയുടെ കാൽപ്പാടുകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇടുക്കിയിലെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, മലയോര മേഖലാ പ്രദേശമാണ് ഈ അത്തോളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് കൃത്യമായി തന്നെ പരിശോധന വനം വകുപ്പും ഉദ്യോഗസ്ഥരും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.